വരാൻ പോകുന്നത് സിനാജ് മഹാരാജാവിന്റെ പ്രജകളാണ്. ആ പ്രജകളെ നമുക്ക് ക്ഷണിക്കാം. പാരഡി റൗണ്ടാണ്. പാരഡി റൗണ്ടാണ്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ഹാസ്യഭവൻ. എന്റെ പൊന്നു ദൈവമേ, എന്റെ കഷ്ടകാലത്തിന് ഞാൻ എന്റെ വീടും പറമ്പും എല്ലാം കൂടെ വിട്ടിട്ട് ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന കോഴ്സ് പഠിക്കാൻ പോയത്. ഇതിപ്പോ യുവമാരെ എന്നോട് ചികിത്സിച്ച് എനിക്ക് ഭ്രാന്താവുന്ന എന്റെ പേടി. അടി എനിക്കൊരു ചായ തരാൻ പോലും ഇവിടെ ആരും ഇല്ലോടാ. ഡോക്ടറെ എന്താണോ എന്റെ പൊന്നു ഡോക്ടറെ? 12ാം വാർഡിൽ കിടക്കുന്ന ശശിഭ്രാന്തന് തലയ്ക്ക് ശരീരത്തിലൂടെ ചൂട് പിടിച്ചിട്ട് അവിടെ കിടന്ന് അലറി വിളിക്കുക. എടാ ഇതേതാണ്ട് വലിയ കാര്യമാണോ? എടാ നീ അവനെ എടുത്തിട്ട് 10ാം വാർഡിൽ കിടക്കുന്ന നമ്മുടെ രമണി എടുത്ത് കൊണ്ടിരുത്. എന്തിനാ? അവളവിടെ കൊളിരുകോരി കിടക്കോ ഇല്ലയോ? എന്റെ ഡോക്ടറെ, ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ ഉണ്ടല്ലോ, അവിടെ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു രോഗി ഡോക്ടറെ കാണാനായിട്ട് വന്നിരിപ്പുണ്ട്. വളരെ വ്യത്യസ്തനായ രോഗി? അതെ. എന്ത് വ്യത്യസ്തയാണുള്ളത്? അതൊക്കെ സാറ് നേരിട്ട് കണ്ടു നോക്ക്. ഞാൻ പോയി പുള്ളിക്കാരനെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്താ. എന്നാ ഓടിച്ചെന്ന് പറഞ്ഞു. കുയിലിന പേടി, മയിലിന പേടി, മുടിഞ്ഞ പേടിയുള്ള മാരൻ എന്റെ മരുമോൻ കുമാരൻ. എന്റെ മരുമോൻ കുമാരന്റെ ഭയമൊന്നു മാറുവാൻ എന്താണ് ഒരു മാർഗം? ഡോക്ടറെ, എന്താണ് ഒരു മാർഗം? മിസ്റ്റർ കുമാരൻ, ഒരു ഡോക്ടറെന്ന് എനിക്ക് ഞാൻ ചോദിക്കുക, ആക്ച്വലി തനിക്ക് എന്താണ് സംഭവിച്ചത്? പട്ടാളത്തിൽ പണ്ടു പണിക്ക് ഞാൻ പോയപ്പോൾ തവളയെ കണ്ടു കരഞ്ഞു. ഉടനെ അവരെന്നെ പിരിച്ചങ്ങു വിട്ടു. രോഗം പിടികിട്ടി പേടിക്കാതെ ചെയറിൽ താനൊന്ന് ഇരുന്നാട്ടെ, ഈ ചെയറിൽ കയറിയിരുന്നാട്ടെ. പറഞ്ഞതു കേട്ടു ഞാൻ ചെയറിലിരുന്നാൽ പലക പൊളിഞ്ഞാലോ, ചെയറിന്റെ പലക പൊളിഞ്ഞാലോ. ഈ വീഴ്ചയിലെന്റെ നട്ടെല്ലു പൊട്ടി ഡിസ്ക് തകർന്നാലോ. ഡോക്ടറെ ഓർക്കുമ്പം ഭയമാണ്. ഡോക്ടറെ പേടി, മരുന്നിന പേടി, മുടിഞ്ഞ പേടിയുള്ള മാരൻ എന്റെ മരുമോൻ കുമാരൻ. ഈ പണ്ടാരക്കാലനോട് എന്തോന്നു പറഞ്ഞാലും വല്ലാത്ത സംശയമാ. ഡോക്ടറെ പണ്ടാര പേടിയുമാ. പേടിക്കണ്ട, ഒരൊറ്റ ഇഞ്ചക്ഷൻ എല്ലാം ശരിയാക്കി തരാം. ഇഞ്ചക്ഷനോ? അത് മാത്രം അവന്റെ അടുത്ത് പറ്റുകയല്ല. ഇഞ്ചക്ഷനുമായി വന്നൊരു ഡോക്ടറെ പണ്ടിവൻ കൂമ്പിന് കുത്തിയതാ. ആ ഡോക്ടറെ കൂമ്പിന് കുത്തിയതാ. ഈ രോഗത്തിനു മരുന്നൊന്നും വേണ്ട, സിസ്റ്ററെ തന്നെ വിളിച്ചിടാം, എന്റെ റോസിയെ തന്നെ വിളിച്ചിടാം. സിസ്റ്റർ റോസി? സിസ്റ്റർ ആണോ ഇഞ്ചക്ഷൻ എടുക്കുന്നത്? എന്നാ കൊണ്ട് കൊടുത്താട്ടെ. സിസ്റ്ററും വേണ്ട, ഡോക്ടറും വേണ്ട, എല്ലാരെയും ഭയമാണ്. എന്തു കണ്ടാലും വിറയാണ്. ഇവനൊന്നു ശരിയാകാൻ നേഴ്സിനെ വിളിച്ചൊരു ഇഞ്ചക്ഷൻ കൊടുത്താട്ടെ. ഡോക്ടറെ ഇഞ്ചക്ഷൻ കൊടുത്താട്ടെ. സിസ്റ്റർ കൊള്ളാം, ഗ്ലാമറല്ലേ, എത്ര ഇഞ്ചക്ഷൻ വേണേലും എടുത്തോ, എല്ലാം എനിക്കിപ്പ പുല്ല. നേഴ്സ് റോസിനെ കണ്ടപ്പോ രോഗങ്ങളൊക്കെയും എങ്ങോട്ടോ മറഞ്ഞല്ലോ. റോസി എന്നാളത്തെ വൈഫല്ലോ. ഡോക്ടറെ സമ്മതിച്ച് ചെന്നിരിക്കുന്നു. ഒരു സിസ്റ്ററെ കണ്ടപ്പോഴത്തേക്കും അവന്റെ രോഗമൊക്കെ പമ്പ കടന്നല്ലോ. അവൻ സിസ്റ്റർ റോസിയുടെ കൂടെ അല്ലേ പോയത്? 4 ദിവസം കഴിയുമ്പം അവൻ തിരിച്ച് ഇവിടെ തന്നെ വന്നോളൂ. അതെന്താ അങ്ങനെ? റോസിയുടെ കൂടെ പോയാൽ ഏത് ഭ്രാന്ത് ഇല്ലാത്തവനും ഭ്രാന്തായിട്ട് തിരിച്ചു വരും. അങ്ങനെയല്ലേ എനിക്ക് ഭ്രാന്തായത്.